നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനയും അമേരിക്കയും തമ്മിലൊരു യുദ്ധം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുമ്പോൾ ചൈനയിൽ നിന്നും അത്ര സുഖകരമായ വാർത്തയല്ല പുറത്തു വരുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം ലംഘിച്ച് മുന്നേറാൻ ശ്രമിച്ച ചൈനീസ് ഉടമസ്ഥയിലുള്ള എണ്ണക്കപ്പൽ ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങി. റിച്ച് സ്റ്റാറി എന്ന കപ്പലാണ് US നാവികസേനയുടെ ഉപരോധം അവഗണിച്ച് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച ശേഷം തിരികെ പോയത്. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടയാൻ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച ഉപരോധം നിലവിൽ വന്നതിന് പിന്നാലെയാണ് നാടകീയ നീക്കങ്ങൾ നടന്നത്. കഴിഞ്ഞ ദിവസം കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 8 കപ്പലുകളിൽ ഒന്നായിരുന്നു റിച്ച് സ്റ്റാറി. തുടക്കത്തിൽ ഉപരോധം മറികടന്നുവെന്ന് തോന്നിച്ചെങ്കിലും ബുധനാഴ്ച ഉച്ചയോടുകൂടി തന്നെ കപ്പൽ പെട്ടെന്ന് യൂട്ടേൺ എടുത്ത് തിരികെ ഹോർമൂസ് കടലിടുക്കിലേക്ക് തന്നെ പ്രവേശിക്കുകയായിരുന്നുവെന്നാണ് ഷിപ്പിംഗ് ഡേറ്റകൾ വ്യക്തമാക്കുന്നത്. ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYDയുടെ ചൈനയിലെ കാർ നിർമ്മാണശാലയിൽ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. ഈ സ്ഫോടനത്തിന് പിന്നിലും അമേരിക്കയാണോ എന്ന തരത്തിലുള്ള വാർത്തകളും ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാരണം അത്രയും വലിയ ഭീമമായിട്ടുള്ളൊരു സ്ഫോടനം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്ലാന്റിലെ മൾട്ടി ലെവൽ പാർക്കിങ്ങിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കറുത്ത പുക അന്തരീക്ഷത്തെ മൂടി ഭയാനക സാഹചര്യമുണ്ടെങ്കിലും ആളപായങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാദേശിക അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ചൈന ഷെൻഷനിലെ പിൻഷാൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന BYDയുടെ നിർമ്മാണ പ്ലാന്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തീപിടിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ് പരീക്ഷണ ഓട്ടത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും ഉപയോഗശൂന്യമായ കാറുകളും നേരത്തെ ഇടാൻ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് വിവരം. ഇപ്പോൾ നിർമ്മിച്ചതും ഉപയോക്താക്കൾക്ക് കൈമാറേണ്ടതുമായ വാഹനങ്ങൾക്ക് അഗ്നിബാധയിൽ നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ് BYDയെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങൾ ഉടനീളം പ്രചരിക്കുന്ന ദൃശ്യങ്ങളനുസരിച്ച് ബഹുനില കെട്ടിടത്തിന്റെ വിവിധ നിലകളിലേക്ക് തീ പടരുന്നത് കാണാം. കറുത്ത പുക ഈ കെട്ടിടത്തെയും പരിസര പ്രദേശങ്ങളെയും മൂടിയിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കുന്നതിനും മറ്റുമായി തീവ്ര ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. തീപിടുത്തമുണ്ടായ കെട്ടിടവുമായി ബന്ധപ്പെട്ട് നടന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്നാണ് തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാഹനങ്ങളുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ബാറ്ററികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്നും തീ പടർന്നതിന് പിന്നാലെ ഇത്തരം കാരണങ്ങളൊന്നുമില്ലെന്നുമാണ് BYDയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് പ്രാഥമിക നിഗമനം മാത്രമാണെന്നും തീ പടരാനുണ്ടായ യഥാർത്ഥ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും വിലയിരുത്തലുകളും പുരോഗമിക്കുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിനും ചാർജിംഗ് ശൃംഖല വ്യാപിപ്പിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് BYDക്ക് ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. 2023 തന്നെ അമേരിക്ക കറുത്ത പട്ടികയിൽ ഉൾപ്പെടുത്തിയ കപ്പലാണ് ചൈനയുടെ ഈ കപ്പൽ, അതായത് നേരത്തെ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച കപ്പൽ. മേഖലയിലെ എണ്ണ നീക്കം നിരീക്ഷിക്കുന്ന ഇൻവെസ്റ്റർമാരും ഷിപ്പിംഗ് കമ്പനികളും ഈ കപ്പലിന്റെ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടുകൂടിയാണ് വീക്ഷിച്ചിരിക്കുന്നത്. ഹംറിയ തുറമുഖത്ത് നിന്ന് കയറ്റിയ ഏകദേശം 2,50,000 ബാരൽ മെത്തനോളാണ് ഈ റിച്ച് സ്റ്റാറിയിലുള്ളത്. ഒമാൻ ഉൾക്കടലിലെ ഇറാനിയൻ തുറമുഖമായ ചബഹാറിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിച്ച 2 എണ്ണ ടാങ്കറുകളെ ചൊവ്വാഴ്ച US കപ്പൽ തടഞ്ഞിരുന്നു. അതേസമയം അലീഷ്യ, അതുപോലെ തന്നെ അജിയോസ്, ഫനോറിയോസ് 1 എന്നീ കപ്പലുകൾ ഗൾഫ് മേഖലയിലേക്ക് പ്രവേശിച്ചതായും ഷിപ്പിംഗ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് US പ്രസിഡന്റ് ട്രംപ് ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്. ഉപരോധം ആരംഭിച്ച തിങ്കളാഴ്ച മുതൽ ഒരു കപ്പലും കടത്തിവിട്ടിട്ടില്ലെന്നാണ് US സെൻട്രൽ കമാൻഡ് പറയുന്നത്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും അമേരിക്ക നിരീക്ഷണത്തിലാണ്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഈ ഉപരോധം എണ്ണ കമ്പനികൾക്കും ഇൻഷുറൻസ് മേഖലയ്ക്കും വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ US-ഇസ്രായേൽ സൈനിക നീക്കം ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിദിനം 130-ൽ അധികം കപ്പലുകൾ ഈ പാതയിലൂടെ കടന്നുപോയിരുന്നു. അതേസമയം ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കാറായി എന്ന് ട്രംപ് പ്രതികരിച്ചു. ഈ ഫോക്സ് ബിസിനസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ആശങ്ക സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഇറാനുമായുള്ള യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായി എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാൻ US രണ്ടാം ഘട്ട ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടന്നേക്കാമെന്നും ചർച്ചകളുമായി മുന്നോട്ട് പോകാനാണ് തങ്ങൾ താൽപര്യപ്പെടുന്നതെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ ചൈനയെ അനുവദിക്കില്ലെന്ന US ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ റഷ്യയും ചൈനയും രംഗത്തെത്തുന്നതും വളരെ നിർണായകമാണ്. ഏതായാലും അമേരിക്കയും ചൈനയുമായി ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം.